ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു നാരായണനും കൂടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂരജ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ വേസ്റ്റൊക്കെ ഇരിക്കുന്നത് കണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ വേസ്റ്റ് ഒന്നും ശരിക്കും ഡിസ്പോസ് ചെയ്യുന്നില്ല അല്ലേ എന്ന്. മീനു പറയും, സാർ ഇത് എന്തറിഞ്ഞിട്ടാ, എന്നും രാവിലെ 6 മണിക്ക് മുനിസിപ്പാലിറ്റി നാളെ വരും വേസ്റ്റ് കൊണ്ടുപോകാൻ. ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ ഞങ്ങൾ തരം തിരിച്ച് തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ സൂരജ് ഓരോ നോക്കി വന്നിട്ട് പറയും, ഇത് ആഹാരമൊക്കെ തുറന്നു വെച്ചാണ് പാചകം ചെയ്യുന്നത്, ഇതിനകത്ത് വല്ല പല്ലിയോ പാറ്റൊക്കെ വീണ് എന്ത് ചെയ്യും? മീനു പറയും, തുറന്നു വെച്ച് പാചകം ചെയ്യേണ്ട ആഹാരം തുറന്നു വെച്ച് തന്നെ പാചകം ചെയ്യണ്ടേ? സാർ ഒന്ന് മേലോട്ട് നോക്കിക്കേ, ഞങ്ങൾ ഇവിടേക്ക് അത്രയും വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു പാറ്റയും പല്ലിയും വരില്ല, എന്തിനും ഒരു ഉറുമ്പ് പോലും വരില്ല. പിന്നെ സൂരജ് ഓരോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മീനു ചോദിക്കും, സാർ മനഃപൂർവ്വം എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വന്നതാണോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ പറയും, ആദ്യം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമായിരുന്നു, പിന്നെ ഹൈജീൻ്റെ ആയി, ഇപ്പം ദേ വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയമാണ് നാരായണൻ കറിയിലേക്ക് ഉപ്പ് ചേർക്കാൻ പോകുന്നത് കാണുന്നത്. ഉപ്പ് കയ്യിലേക്ക് എടുക്കുമ്പോൾ സൂരജ് വേഗം ആ കവർ തട്ടിപ്പറിച്ച് മേടിക്കും. ഇതെന്താ? നാരായണൻ പറയും, ഉപ്പ് കറിക്ക് പിന്നെ ഉപ്പ് ചേർക്കണ്ടേ? സൂരജ് പറയും, ഇത് അയഡിൻ ചേർന്ന ഉപ്പൊന്നും അല്ലല്ലോ. മീനു പറയും ഞങ്ങൾ കല്ലുപ്പ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്നത്, അതുപയോഗിച്ച് പാചകം ചെയ്യുന്ന ടേസ്റ്റ് ഒന്നും വേറെ ഏത് ഉപ്പ് ഉപയോഗിച്ചാലും കിട്ടില്ല. സൂരജിനൊന്നും അത്ര ഇഷ്ടത്തില്ല. വീണ്ടും മീനു സൂരജും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ലാസ്റ്റ് സൂരജ് ആ ഉപ്പ് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പോകും. നാരായണൻ പറയുന്നുണ്ട്, ഇയാൾ മനഃപൂർവ്വം നമുക്ക് പണി തരാൻ വേണ്ടി നോക്കുകയെന്ന്. പിന്നീട് മീനു വിഷമിച്ചിരിക്കുന്ന കണ്ട് പാർവതി എന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മീനു, ആ സൂരജുമായിട്ട് പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഉടക്കുണ്ടായോ എന്ന്. മീനു പറയും, അതല്ല അമ്മേ, ആ ശിവരഞ്ജിനി മേഡത്തിനെ ഞാൻ വിളിച്ചിട്ട് മേഡം എന്നോട് ഞാൻ സംസാരിച്ചത്, ഇന്നേ വരെ മേഡം എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. പാർവതിയും പറയും, ശരിയാണല്ലോ, മോളോട് ഇതുവരെ ശിവരഞ്ജനി അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ചിലപ്പോൾ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മൂഡ്. കുറച്ച് കഴിയുമ്പോൾ മോൾ ഒന്നുകൂടെ വിളിച്ച് നോക്ക്, അന്നേരം അവർ നല്ല രീതിയിൽ സംസാരിക്കും. മീനു അതൊക്കെ ഓർത്ത് സമാധാനപ്പെട്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന സുഹാസിനിയെ ബെന്നിച്ചൻ ഫോൺ ചെയ്യുന്നതാണ്. അടുത്ത് തന്നെ അവളുടെ അനീത്തിയുണ്ട്. സുഹാസിനിയോട് എപ്പം പൈസ തരുമെന്ന് ചോദിക്കും. സുഹാസിനി പറയും, ഞാൻ തരാൻ ബെന്നിച്ച, എനിക്ക് പൈസ ആയില്ല, അതുകൊണ്ടാണ്, എത്രയും വേഗം ഞാൻ തരാമെന്ന് പറയും. ബെന്നിച്ചൻ പറയും, തന്നോണം, ഇല്ലെങ്കിൽ ഇത്രയും വേഗം തന്നെ ശിവരഞ്ജനയുടെ മകൾ ആ വീട്ടിലേക്ക് കയറി വരുമെന്നും പറഞ്ഞ് ഫോൺ വെക്കും. സുപ്രിയ ചോദിക്കും, ചേച്ചി അയാൾക്ക് കാശ് കൊടുക്കാൻ പോവുകയാണോന്ന്. സുഹാസിനി പറയും, ഞാൻ എവിടെ നിന്ന് അത്രയും കാശ് കൊടുക്കാനാ, കാശ് തരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ശിവരഞ്ജനയുടെ മകൾ കയറി വരും, പിന്നെ അവൾ ഈ കാണുന്നതെല്ലാം കൈക്കലാക്കും, അതിൽ നല്ലത് ബെന്നിച്ചനോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അടക്കി നിർത്തുന്നതാ. സുപ്രിയ പറയും, ഇതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഞാൻ പറഞ്ഞ പോലെ ശിവരഞ്ജനയുടെ മോൾ എവിടെയെന്ന് കണ്ടെത്തി അവളെ അങ്ങ് ഇല്ലാതാക്കണം, പിന്നെ ഈ വക ഒരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നീട് കാണിക്കുന്നത് മീനു ഓരോ കണക്കുകളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പാർവതി വന്നിട്ട് ചോദിക്കുമ്പോൾ മീനു പറയും, ആ സൂരജ് സാറ് കാരണം മീനൂസ് കിച്ചണും തട്ടുകടയൊക്കെ കുറേ ദിവസം അടച്ചിടേണ്ടി വന്നപ്പം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇനി എപ്പോൾ ഞാൻ ഈ നഷ്ടങ്ങളെല്ലാം നികത്തി എൻ്റെ സ്വപ്നം നേടിയെടുക്കും. പാർവതി പറയും, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ കടിച്ചു കയറാനൊന്നും വരണ്ട, നിനക്ക് കുറേ നല്ല കല്യാണാലോചനകൾ വരുന്നുണ്ട്, നീ അതൊന്ന് സമ്മതിക്ക്. മീനു പറയും, ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുമ്പോഴാണോ അമ്മ ഇതൊക്കെ പറഞ്ഞു വരുന്നത്? പാർവതി പറയും, എത്രയൊക്കെയാണേലും ഒരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ ആണിൻ്റെ തുണ വേണം. മോളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നാൽ ഇതിനെല്ലാം കൈത്താങ്ങായി ആളും മോളുടെ കൂടെ തോളിനൊപ്പം ഉണ്ടാവും, അത് നല്ലൊരു കാര്യമല്ലേ? മീനു പറയും, ഞാൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാൻ നിൽക്കാനൊന്നും പോകുന്നില്ല, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, ആദ്യം ഞാൻ എൻ്റെ സ്വപ്നം ഒന്ന് നേടിയെടുത്തോട്ടെ, അതുവരെ അമ്മ കല്യാണക്കാരിയും വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അത് കേട്ട് പിണക്കം ഭാവിച്ച് പാർവതി അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് മീനു സൂരജിനെ ഫോൺ ചെയ്യുന്നതാണ്. അന്നേരം രാത്രി 12:30 ആയിട്ടുണ്ട്. മീനു കുറേ സമയം എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കും. പിന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കും, ഹലോ സർ, എന്താ ഈ പാതിരാത്രിക്ക്, ആള് മാറി വിളിച്ചതാണോ? സൂരജ് പറയും, അല്ല, ഞാൻ മീനുവിനെ തന്നെയാണ് വിളിച്ചത്. മീനു പറയും, സാധാരണ സ്ത്രീകളെയൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിൽ നമ്മുടെ നാട്ടുനടപ്പ് പ്രകാരം ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളിലെല്ലാം സാറ് വളരെ നിഷ്ഠ പാലിക്കുന്ന ആളാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. സൂരജ് പറയും, അത് സാധാരണ സ്ത്രീകളുടെ കാര്യത്തിലല്ലേ ബാധകമുള്ളൂ, പാതിരാത്രി വരെ പുറത്ത് കറങ്ങി നടക്കുന്ന മീനുവിന് അതൊന്നും ബാധകമല്ലല്ലോ. അത് കേട്ട് മീനുവിന് ദേഷ്യം വരും. അവൾ കൺട്രോൾ ചെയ്തിട്ട് പറയും, സാർ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ പറ. സൂരജ് പറയും, അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആയതുകൊണ്ടാണ് മീനുവിനെ ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ വിളിച്ചത്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അന്ന് മാറ്റിവെച്ച യോഗയില്ലേ, അത് നാളെ കൂടാനാണ് തീരുമാനം. നാളെയോ? എത്ര മണിക്കാ സാർ? 10 മണിക്കെന്ന് പറയുമ്പോൾ മീനു ചോദിക്കും, പതിവ് പോലെ കളക്ടറേറ്റ് വെച്ച് തന്നെയല്ലേ മീറ്റിംഗ്? സൂരജ് പറയും, അതെ, പക്ഷേ ഇവിടെ അല്ലെന്ന് മാത്രം. എവിടെയാന്ന് മീനു ചോദിക്കുമ്പോൾ അയാൾ തിരുവനന്തപുരം എന്ന് പറയും. അത് കേട്ട് മീനുവിനൊരു ഞെട്ടലുണ്ടാവും. തിരുവനന്തപുരത്തോ? അതും നാളെ രാവിലെ 10 മണിക്കോ? സൂരജ് പറയും, അതെ, ഗവൺമെൻറ് സെക്രട്ടറിമാരും കൂടെ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആയതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ യോഗ ആരംഭിക്കും, സമയത്തെത്തണം. മീനു ചോദിക്കും, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ പാതിരാത്രി 12:30 വിളിച്ചിട്ട് നാളെ രാവിലെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരും?
സൂരജ് പറയും അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്കിപ്പോഴേ ഈ ഇൻഫർമേഷൻ കിട്ടിയത്. അത് ഒഫീഷ്യലായി ഞാൻ മീനുവിനെ അറിയിച്ചു എന്ന് മാത്രം. യോഗത്തിലെ കൃത്യസമയത്ത് പങ്കെടുക്കേണ്ടത് മീനുവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മീനു പറയും ഞാനൊരു സ്ത്രീയാണെന്ന് സാറ് മറക്കരുത്. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് എത്തണമെങ്കിൽ വെളുപ്പിന് 3-4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മുൻകൂട്ടി ഒരു ട്രെയിൻ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇങ്ങനെ ഷോർട്ട് നോട്ടീസിൽ മീറ്റിംഗ് വിളിച്ചാൽ നാളെ ഞാൻ ഏറ്റിട്ടുള്ള വർക്കുകളൊക്കെ എങ്ങനെ തീർക്കും? അതും കൂടി സാറ് പറ. സൂരജ് പറയും ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ മീനുവിന്റെ വിഷയങ്ങളാണ്. ടാക്സി പിടിച്ചിട്ടാണെങ്കിലും നാളെ 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തണം. നാളത്തെ മീറ്റിംഗ് അത്രയും നിർണായകമാണ്. എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് മീനു മീറ്റിംഗിൽ പങ്കെടുക്കാതിരുന്ന ഡൽഹി പ്രോജക്റ്റിൽ മീനു ഉണ്ടാവില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി തീരുമാനം മീനുവിനെടുക്കാം. അതും പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ മീനുവിനും വാശിയാകും. പിന്നീട് കാണിക്കുന്നത് സൂരജ് പോകാൻ തയ്യാറായി വരുന്നതാണ്. ഞാൻ പോയിട്ട് വരാം അമ്മമ്മയെന്നും പറഞ്ഞ് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് കാർ ഓടിക്കേണ്ടതാ. അമ്മമ്മ പറയുമ്പം ചിന്താമണി പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ സൂരജേട്ടന് ഞാനൊരു കമ്പനി തരായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിച്ച് തിരുവനന്തപുരം വരെ പോവായിരുന്നു. അമ്മമ്മ പറയും അടിച്ചു പൊളിക്കാനൊന്നും അല്ല അവൻ പോകുന്നത്. സൂരജ് പറയും മീറ്റിംഗ് കഴിയാൻ ഉച്ചയാവും, അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. അമ്മമ്മ പറയും മോനെ രാത്രി ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ മോൻ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം അമ്മാമ്മേ, അമ്മാമ്മയുടെ പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കും. എന്നിട്ട് അയ്യോ കീ എടുക്കാൻ മറന്നു എന്നും പറഞ്ഞ് അവർ തിരികെ പോകുന്നുണ്ട്. അമ്മമ്മ പറയും എവിടെ പോകാൻ ഇറങ്ങിയാലും തിരിച്ചു കയറണം. ഈ സമയം മീനും റെഡിയായി വന്നിട്ടുണ്ട്. മീനു സ്കൂട്ടറിൽ പോരാ തുടങ്ങുന്നത്. പാർവതി പറയുന്നുണ്ട് എങ്ങനെ മോളെ ഇത്ര ദൂരമൊക്കെ സ്കൂട്ടറിൽ പോകുന്നത്? മീനു പറയും വേറെ വഴിയില്ലല്ലോ അമ്മേ, നീ പോയിട്ട് തിരിച്ചു വരുന്നവരെ എന്ത് സമാധാനത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മീനു പറയും പേടിക്കണ്ട അമ്മേ, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഇല്ലേ. ആ സമയം അമ്മാമ്മയെ വാതിൽ തുറന്ന് വരുന്നുണ്ട്. മീനു രാവിലെ എങ്ങോട്ടാന്ന് ചോദിക്കൂ. അവള് പറയും തിരുവനന്തപുരത്തേക്കാണ്. സ്കൂട്ടറിലോ? അവള് പറയും അതെ, ബസ്സിന് കയറി പോവാന്ന് വെച്ചാൽ സമയത്തെത്തില്ല, ട്രെയിനാണെങ്കിൽ ഇനി ടിക്കറ്റും കിട്ടില്ല. സൂരജ് സാറ് ഇന്നലെ രാത്രിയിലാണ് വിളിച്ചു പറയുന്നത്. അമ്മാമ്മ ചോദിക്കൂ അപ്പൊ സൂരജും മീനും ഒരു സ്ഥലത്തേക്കാണോ പോകുന്നത്? അതേന്ന് അവള് പറയും. ഈ സമയം സൂരജും ചിന്താമണി അകത്തുനിന്ന് വരുന്നുണ്ട്. അമ്മമ്മ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് സൂരജ് കാറിൽ കയറാൻ തുടങ്ങും. അമ്മമ്മ പറയും മോൻ അവിടെ നിന്നേ, നിങ്ങൾ രണ്ടാളും ഒരു സ്ഥലത്തേക്കാ പോകുന്നെങ്കിൽ എന്തിനാ രണ്ടായിട്ട് പോകുന്നത്, ഒന്നിച്ച് പോയിക്കൂടെ? സൂരജ് പറയും ഏയ് അതൊന്നും ശരിയാവില്ല. അമ്മമ്മ ചോദിക്കും അതെന്താ ശരിയാവാത്തത്? അമ്മാമ്മേ സൂരജേട്ടൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും, എന്തിനാ നിർബന്ധിക്കുന്നേ? ചിന്താമണി ചോദിക്കുമ്പോൾ അമ്മമ്മ പറയും നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ലല്ലോ. മോനെ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കല്ലേ പോകുന്നത്, ഇത്രയും ദൂരം മീനു ഈ സ്കൂട്ടറും കൊണ്ട് തുഴയണോ? സൂരജ് മനസ്സിൽ ചിന്തിക്കും നാശം, എന്തെങ്കിലും പറഞ്ഞ് ഇവക്കൊന്ന് ഒഴിവായിക്കൂടെ, അല്ലെങ്കിൽ വലിയ നാക്കൊക്കെ ആണല്ലോ. ഈ സമയം മീനു ചിന്തിക്കും ഈശ്വര കൃത്യസമയത്ത് മീറ്റിങ്ങിനെത്താൻ ദൈവം കാണിച്ചത് വഴിയാ ഇത്, ഇങ്ങനെ പറ്റില്ലെന്ന് പറയരുതേ. ചിന്താമണിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.